ഇപ്പോൾ എന്തെങ്കിലും അതിലെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണ്ടോ ഇല്ലയെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജില്ലയുടെ നേതാക്കന്മാർക്ക് അറിയുള്ളൂ അദ്ദേഹം ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ 2023 ഓഫീസിൽ നിന്ന് സ്വമേധയാ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഇറങ്ങി വരുന്ന സമയത്ത് ആ സമയം വരെയും അദ്ദേഹമാണ് പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരിൽ ജില്ല ശ്രദ്ധിക്കേണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി. ഇല്ല, അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത് ആ സംവിധാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ഇത് ഓരോ ജില്ലകൾ 2-3 ജില്ലകൾ മാറി മാറി കൊടുക്കും. ആ മാറി കൊടുക്കുന്ന സമയത്ത് തൃശ്ശൂരും പാലക്കാടും എല്ലാം കൃഷ്ണകുമാരേട്ടനാണ് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ജില്ലയുടെ ആളുകളായിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും. എന്നോട് സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല എന്നുള്ളൂ. ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സാമ്പത്തിക ഇടപാട് നടന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമാക്കണം അത് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആശങ്കയുണ്ട്. ഈ സംഭവത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. എന്താണ് ഈ വെളിപ്പെടുത്തൽ വന്ന് 20 ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഇത് എനിക്ക് കോടതിയിൽ നിന്ന് ഇത് മറ്റേ മൊഴിയെടുക്കുന്നതിന് വേണ്ടി പെർമിഷൻ വേണമെന്നാണ് ഞാൻ നിങ്ങൾ എഴുതിയ രീതിയിൽ ഞാൻ ചാനലിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത്. അത് ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് ഡിലേ ആവണേന്നുള്ളതാണ് എനിക്കും നിങ്ങളെ പോലെയുള്ള സംശയം. നിങ്ങളിപ്പോൾ അത് എന്താണത് എന്നെ പോലീസ് മൊഴിയെടുക്കാൻ വന്നു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് അത് വീണ്ടും നിങ്ങൾക്ക് നേരിട്ടിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അറിവ് തന്നെ എനിക്കുള്ളൂ. എനിക്ക് സെപ്പറേറ്റ് പ്രത്യേകിച്ച് എന്നെ മൊഴിയെടുക്കാനായിട്ട് എന്നെ ചോദിച്ചു അല്ലെങ്കിൽ മൊഴിയെടുക്കാനായിട്ട് വരുന്നതിനുള്ള അറിവൊന്നും എനിക്കില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പറയാനുണ്ടോ? അപ്പോൾ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയതിന് പുറമെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്താനുണ്ട്. എൻ്റെ കയ്യിലുള്ള ആവശ്യത്തിനുള്ള തെളിവുകൾ ഞാൻ അന്വേഷണ സംഘത്തിന് കൈമാറും. നല്ല രീതിയിലുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും സഹകരിക്കും. കാരണം പോലീസിനോട് ഇപ്പോൾ ഞാൻ ഇതെന്തായാലും പറഞ്ഞത് സത്യം എല്ലാ സമയത്തും മൂടി വയ്ക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും സത്യം പുറത്തു വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൻ്റേതായ ഗൗരവത്തിൽ എൻ്റെ മൊഴിയെടുക്കാൻ രേഖപ്പെടുത്താൻ വരുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. എനിക്ക് എൻ്റെ കയ്യിൽ ആവശ്യമുള്ള രേഖകൾ എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ പോലീസിന് കൈമാറുകയും ചെയ്യും. പോലീസിന്റെ സുരക്ഷയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതെ. BJP ഭാഗത്തുനിന്ന് ഭീഷണി തുടരാണോ? അല്ല, ഭീഷണിയുടെ കാര്യങ്ങൾക്ക് ഇവിടെ പോലീസ് പിക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പോലീസാണ് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത്. എന്നെ സെപ്പറേറ്റ് വേറെ രീതിയിൽ വിളിച്ചിട്ട് അങ്ങനെയുള്ള ഭീഷണികളൊന്നും എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ സാഹചര്യങ്ങളില്ല. കാരണം പോലീസ് പിക്കറ്റ് ഉണ്ട്, പിന്നെ പട്രോളിംഗ് എല്ലാം ഇവിടെ ഉണ്ട്. അത് കാരണം കൊണ്ട് അതങ്ങനെ രീതിയിൽ പോകുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ പിന്നെ അതിന് ശേഷം അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആ രീതിയിൽ അന്വേഷിച്ചിട്ടാണ് അവർക്ക് അത്. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണം വൈകുന്നതിൽ ആശങ്കയുണ്ടെന്നാണ് BJP മുൻ നേതാവ് തിരൂർ സതീഷ് പറയുന്നത്. തനിക്കറിയുന്ന വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തോട് പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഇതുവരെയും തന്റെ മൊഴി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്.